ഐ എം അലി അംജദ്, വയനാടാണ്. പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ടെന്ന് പരസ്യമായി പറഞ്ഞത് സൈക്കിൾ ബ്രാൻഡ് കമ്പനിയാണ് അല്ലേ? പ്രാർത്ഥനയ്ക്കുള്ള കാരണം എന്തായാലും ആ കമ്പനി അങ്ങനെ പരസ്യമായി പറഞ്ഞതിനു പിന്നിൽ അവരുടെ സാമ്പ്രാണി തിരി വിറ്റുപോകണം എന്ന് പറയുന്ന ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് പാറ്റാ സമരത്തിന്റെ കാര്യം. അതായത് സമരിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. കാരണങ്ങൾ അറിഞ്ഞതിന് ശേഷം നമുക്ക് അവരുടെ ഉദ്ദേശവും കൂടി ഒന്ന് പരിശോധിക്കാം അല്ലേ? ആദ്യം വയനാടുകാരനായിട്ടുള്ള അലീം അംജദിന്റെ കാരണം നമുക്കൊന്ന് കേൾക്കാം. അലീം, തുടങ്ങാം. പേപ്പർ ലീക്കിനല്ല, CJP ഞാൻ പേഴ്സണലി കാണുന്നത് ഒരു ലോകാവസാനത്തിന്റെ അടയാളം ഇസ്ലാമിൽ 6-ാമത്തെയോ 7-ാമത്തെയോ ദാബത്തുൽ അർള് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ബീസ് ഫ്രം എർത്ത് ലൈക്ക് കോക്രോച്ചസ്, ലൈക്ക് ഇൻസെക്ട്സ്, ആൻഡ് ദാറ്റ്സ് ഡീപ്ലി കണക്റ്റഡ് ടു ഇസ്ലാം, ഈവൻ സോളമൻ സുലൈമാൻ. And as far as I'm concerned, as a deep religious Muslim, I see it as a sign of end times. That's what I feel like. നമ്മുടെ അലി അംജദിന് നീറ്റ് പരീക്ഷയോ ചോദ്യപേപ്പർ ചോർച്ചയോ അതൊന്നുമല്ല സമരിക്കാനുള്ള കാരണം. അലിക്ക് പാറ്റാ സമരം ഒരു മതകാര്യമാണ്, അല്ലെങ്കിൽ അത് ലോകാവസാനത്തിന്റെ തുടക്കമാണ്. തുടക്കമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വിസ്മയുടെ കാര്യം പെട്ടെന്ന് ഓർത്തുപോയി. അതുകൊണ്ട് ചോദിക്കുകയാണ്, ജനാധിപത്യ സംരക്ഷണത്തിനായി തുടക്കം കുറിച്ചിട്ടുള്ള വിസ്മയ മോഹൻലാൽ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ സമരത്തിന്റെ തുടക്കം എന്ത് ഉന്നത്തോടു കൂടിയുള്ളതാണെന്ന്? Honestly, जब तक मोदी है मुझे तो नहीं लगता तब तक मिलेगा. मैं तो चाहती हूँ मोदी को भी गोली मार दो, सही में मैं तो मार भी കേട്ടോ, മോദി को भी गोली मार दो, सही. മനസ്സിലാക്കിയോ? എന്നിട്ടും താങ്കൾ സ്വന്തം അഭിപ്രായത്തിൽ തന്നെ നാവാഴ്ത്തി അങ്ങനെ അങ്ങോട്ടേക്ക് നിൽക്കുകയാണോ? ഇതാരായി നടന്നു പോകുന്നേ? നമ്മുടെ മന്ത്രി. ഇനി നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ PC വിഷ്ണുനാഥ് വളരെ തിടുക്കത്തിൽ സമരത്തിന് പോകുന്നതിന്റെ കാരണം എന്താണെന്ന് നമുക്കൊന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കിയാലോ അല്ലേ? PCV പാറ്റകൾക്കൊപ്പം സമരിക്കുന്നതിനുള്ള താങ്കളുടെ കാരണം ഒന്ന് പറയാവോ? അറിഞ്ഞ ഉടനെ തന്നെ കേരള ഹൗസിൽ നിന്ന് പുറപ്പെടുകയായിരുന്നു. രാജ്യത്തിന്റെ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് കേട്ടോ. മാസങ്ങളായി നടക്കുന്ന ഈ പാറ്റാ സമരത്തെ പറ്റി മന്ത്രി സാർ ഇപ്പോൾ കേട്ടതേ ഉള്ളൂ കേട്ടോ. കേട്ടപാടെ സമരിക്കാൻ പാഞ്ഞ പാച്ചിലാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒപ്പം അദ്ദേഹത്തിന്റെ സമരാസക്തിക്ക് പിന്നിലുള്ള കാരണവും നമ്മൾ കേട്ടു. അതായത് നമ്മുടെ കുട്ടികളുടെ ഭാവി, അതാണ് ശ്രീ PC വിഷ്ണുനാഥിന്റെ ആവലാതി. നമ്മുടെ കുട്ടികളുടെ ഭാവി. ജനസേവന വ്യവസായി എന്ന നിലയിൽ തന്റെ കർമ്മരംഗത്തെ മറക്കാത്ത ഒരു കാരണം തന്നെയാണ് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ സാമർഥ്യത്തെ അഭിനന്ദിക്കുന്നു. ഇനി മതവസ്ത്രത്തിൽ സമരിക്കാൻ വന്ന ഒരു മതമംഗയുടെ സമര കാരണം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മാതൃരാജ്യത്തിന്റെ കൊടിയുമായിട്ടാണ് ആ മതമംഗ സമരിക്കാൻ വന്നത് അല്ലേ? മാതൃരാജ്യത്തിന്റെ കൊടിയുമായിട്ട്, അതായത് അന്യരാജ്യത്തെ കൊടിയുമായി ഒരു വിദേശ മതസ്ഥ നമ്മുടെ രാജ്യത്ത് കൂടി ഇങ്ങനെ അങ്ങോട്ടേക്ക് നടക്കുന്നതിലെ അഭംഗി മനസ്സിലാക്കിയ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ ആ കൊടി പിടിച്ചെടുത്ത് പള്ളയിലെറിഞ്ഞത് വളരെ ഭംഗിയായി. ശരിയല്ലേ? അതെന്തായാലും മതവസ്ത്രത്തിൽ സമരിക്കാൻ വന്നിട്ടുള്ള മതമംഗയുടെ സമര കാരണം അവരുടെ മാതൃരാജ്യത്തോടുള്ള കൂറാണ്. അല്ലാതെ നീറ്റ് പരീക്ഷയോ അതിനെ പറ്റിയ പാളിച്ചകളോ ചോദ്യപേപ്പർ ചോർച്ചയോ കുട്ടികളുടെ ഭാവിയോ അതൊന്നുമല്ല. പാറ്റകൾ പലസ്തീൻ പ്രശ്നവും പരിഹരിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു എന്നതാണ് പക്ഷേ ഭയാനകമായിട്ടുള്ള വസ്തുത കേട്ടോ. കൊടിയുമായിട്ട് പോയിരിക്കുകയാണ് പാറ്റകളുടെ അടുത്തേക്ക്, അവര് പരിഹരിക്കുമെന്ന്. അതുപോട്ടെ, ഇനി മറ്റു ചിലർ സമരിക്കാൻ വന്നതിന്റെ കാരണം നമുക്കൊന്ന് നോക്കാം. You fucked with the wrong generation. അതായത് ആ ജെൻസി കുട്ടിയെ സംബന്ധിച്ച് പാറ്റാ സമരം എന്ന് പറയുന്നത് തലമുറകൾ തമ്മിലുള്ള പോരാട്ടമാണ് കേട്ടോ. തലമുറകൾ തമ്മിലുള്ള പോരാട്ടം. ജെൻസി കുട്ടികളോട് കളിക്കാൻ വരുന്ന ഈ രാജ്യത്തെ പഴഞ്ചൻ മനുഷ്യർ വളരെ സൂക്ഷിക്കണമെന്ന് പറയുന്ന ഭീഷണിയാണ് ഏതാണ്ട് 38 കിലോയോളം ഭാരമുള്ള ആ പാറ്റ കുട്ടി പങ്കിടുന്നത്. ജീവിക്കും തോറും വർദ്ധിക്കുന്നതാണ് പ്രായമെന്നും വർദ്ധിക്കുന്ന പ്രായത്തിനൊപ്പം മാറുന്നതാണ് നമ്മുടെയൊക്കെ ഈ തലമുറത്വമെന്നും മനസ്സിലാക്കാൻ പോലുമുള്ള ശേഷിയില്ലാതെ ലോകാവസാനം വരെ ജെൻസിയായി തുടരുമെന്ന് വിശ്വസിക്കുന്ന ആ പാവം പാറ്റയുടെ സമരകാരണത്തിന് തീർച്ചയായിട്ടും പോങ്ങന്റെ ആത്മാർത്ഥമായിട്ടുള്ള ആദരാഞ്ജലി. ഇനി മറ്റു ചില പുതു തലമുറക്കാരുടെ സമര കാരണം നമുക്കൊന്ന് നോക്കാം അല്ലേ? അയ്യോ,
പോലീസിനെ എടുത്ത് കുറ്റിക്കാട്ടിലിട്ട് കൂട്ടത്തോടെ തല്ലിച്ചതക്കിലാണ് ഇവരെ സംബന്ധിച്ച് പാറ്റ സമരം. വളരെ സമാധാനത്തോടെ എങ്ങനെ സമരം ചെയ്യണമെന്ന് കാണിച്ചു തരുന്ന ഏതൊക്കെയോ പാറ്റച്ചികൾ പറ്റ ആ പാറ്റ കുഞ്ഞുങ്ങളെ മറന്നുകൊണ്ട് നമുക്ക് മറ്റൊരാളിലേക്ക് പോകാം. ഈ നരുന്തു പാറ്റയ്ക്ക് ഇന്ത്യൻ ആർമിയോടുള്ള പക തീർക്കലാണ് കേട്ടോ പാറ്റ സമരം. മോളിവുഡിലെ താരപ്പരനാറികളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സമാധാന സുന്ദരമായിട്ടുള്ള ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വ്യക്തമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള കുഞ്ഞ് യുവാക്കൾ, മുട്ടയിൽ നിന്ന് വിരിയാത്തവർ, ആസനത്തിലെ മഞ്ഞൾ മാറാത്തവർ അല്ലേ? നമുക്ക് പ്രകാശ് രാജിനെ ഒന്ന് നോക്കിയാലോ. നമ്മുടെ PR രാജനായിട്ടുള്ള പ്രകാശ് രാജ് പാറ്റ സമരത്തിനൊപ്പം കൂടുന്നതിന് പല 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 കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പ്രകാശ് രാജിന്റെ കണ്ണുകളിലെ ആ തിളക്കം കണ്ടില്ലേ? അയാളുടെ നോട്ടത്തിലെ ആ ദാഹം കണ്ടില്ലേ? കരണ്ട് തിന്നാനുള്ള കൊതിയോടുകൂടി കുഞ്ഞു പാറ്റകളെ തേടിയിറങ്ങിയ ആ മുതുക്കൻ പാറ്റയ്ക്ക് സമരാസക്തി അടക്കാനുള്ളതൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ അശ്ലീലമില്ല. അതാണ് വാസ്തവം, അതാണ് യാഥാർത്ഥ്യം. അതായത് PR രാജിന് സമരിക്കാൻ ഒന്നല്ല പല 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 കാരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി നമുക്ക് നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് പറയാനുള്ള കാരണം ഒന്ന് കേട്ടു നോക്കാം. രാഹുൽ, എന്താ അവസ്ഥ? झूम 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 गाऊं मैं तेरी सखी झूम झूम गाऊं मैं तेरी सखी. കാര്യം ചാണകസംഖ്യയാണെങ്കിലും ഈ പോങ്ങനെ രാഷ്ട്രഭാഷയിൽ മതിയായിട്ടുള്ള പിടിയില്ല കേട്ടോ. അതുകൊണ്ട് പാറ്റ സമരത്തിൽ പങ്കെടുക്കുന്നതിന്റെ കാരണം നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞത് എനിക്കൊട്ടും തന്നെ പിടികിട്ടിയില്ല, ക്ഷമിക്കുക. എന്തായാലും മലർന്നു വീണാൽ പരസഹായം കൂടാതെ പാറ്റകൾക്ക് പൂർവ്വസ്ഥിതി പ്രാപിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അതേ കാര്യം ദില്ലി പോലീസിനും അറിയാമെന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയ പോലീസുകാരാവണം രാഹുലിനെ മലർത്തിയിടാൻ ഈ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മലരാതിരിക്കാനുള്ള പരമാവധി പരിശ്രമം രാഹുലും നടത്തുന്നുണ്ട്. ശുഭം. എന്തായാലും പാറ്റ സമരത്തെ പിന്തുണയ്ക്കുന്ന നടീനടന്മാരും അതുപോലെ തന്നെ മറ്റു സെലിബ്രിറ്റികളും ഒക്കെ അതിനവരെ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ തീർച്ചയായിട്ടും പറഞ്ഞേ പറ്റൂ. ഇപ്പോൾ നമ്മൾ കുറെ പേരുടെ കാരണങ്ങൾ കണ്ടു. ഇനി നിങ്ങളുടെ കാരണം, വ്യക്തമായ കാരണം നിങ്ങൾ പറഞ്ഞേ പറ്റൂ. നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തൽ, നീറ്റ് പരീക്ഷയുടെ പാളിച്ച പരിഹരണം, കുട്ടികളുടെ ഭാവി, ജനാധിപത്യത്തിന് കരുത്തുപകരൽ, അതുപോലെ തന്നെ പൗരാവകാശ സംരക്ഷണം മുതലായിട്ടുള്ള ഉഡായിപ്പ് വർത്തമാനമൊന്നും നടത്തിയിട്ട് കാര്യമില്ല കേട്ടോ. വ്യക്തമായ നിങ്ങളുടെ ഉള്ളിലുണ്ടായ വ്യക്തമായ കാരണം അത് പറയണം. പാറ്റ സമരത്തിന് പിന്തുണയർപ്പിക്കാനും ദില്ലിയിലേക്ക് ശരീരവും എടുത്ത് ചെന്ന് സമരപങ്കാളിത്തം അങ്ങനെ അങ്ങോട്ടേക്ക് നൽകാനും നിങ്ങളെ പ്രേരിപ്പിച്ച യഥാർത്ഥ കാരണം സമൂഹ സമക്ഷം എത്തിക്കാനുള്ള ബാധ്യത തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. ഉഴപ്പരുത്. പോങ്ങനെ ഇവിടെ നിർത്താൻ ഉന്നമില്ല. ചോദിച്ചുകൊണ്ടേയിരിക്കും. ഉത്തരം കിട്ടിയേ പറ്റൂ. ഞാനും പൗരനാണ്. ഈ ദേശത്തിന് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന, സഹജീവികൾക്ക് യാതൊരു കുഴപ്പവും വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, ഇവിടെ ജനിച്ചു വീണ മനുഷ്യർക്കെല്ലാം സ്വസ്ഥമായി സമാധാന സുന്ദരമായി മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ പൗരൻ തന്നെയാണ് ഞാനും. എനിക്കും നിങ്ങളുടെ ഉള്ളറിഞ്ഞേ പറ്റൂ, കാരണം അറിഞ്ഞേ പറ്റൂ, ഉദ്ദേശം അറിഞ്ഞേ പറ്റൂ. ഈ പാറ്റ സമരത്തെ പിന്തുണയ്ക്കാനുള്ള കാരണം, ശരിയായ കാരണം. എന്തായാലും മലയാളക്കരയിൽ വാഴുന്ന ഈ താരപ്പരനാറികളുടെ ഉള്ളിലിരിപ്പ് വളരെ വൈകാതെ പുറത്തു വരുമെന്ന് പറയുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് നാളെ തുടരുന്നതാണ് ബുദ്ധി. പിന്നെ എന്റെ രാഷ്ട്രീയം മനുഷ്യത്വമാണെന്ന് പറഞ്ഞ തോമസ് പുത്രൻ ടൊവിനോ, മഹാനായിട്ടുള്ള ഫ്ലഡ് സ്റ്റാറേ, തന്റെ ആ മനുഷ്യത്വ രാഷ്ട്രീയത്തെ പറ്റി തീർച്ചയായിട്ടും പോകാൻ നാളെ പറയാം കേട്ടോ. ഉള്ളിലെ ഉദ്ദേശം ആർക്കു വേണ്ടിയാണടാ നീയൊക്കെ ഈ വേഷം കിട്ടുന്നത്? ഉറപ്പായിട്ടും അതൊക്കെ പറയേണ്ടി വരും. എന്നോടൊന്നല്ല, എല്ലാ പൗരന്മാരോടുമായിട്ട് നിനക്കൊക്കെ അത് പറയേണ്ടി വരും. നിനക്കൊക്കെ പൗരന്മാരെ സഹായിക്കാൻ മാത്രമുള്ള പൗരബോധമുണ്ടോ? അതിനുള്ള സാമൂഹ്യ ബുദ്ധി നിനക്കൊക്കെ ഉണ്ടോ? നിന്റെയൊക്കെ അമ്മയുടെ പ്രശ്നം
അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അമ്മ എന്നുള്ള ഉദ്ദേശത്തിലല്ല കേട്ടോ പറഞ്ഞത്. അമ്മ എന്ന് പറഞ്ഞ സംഘടന. ആ അമ്മയുടെ പ്രശ്നം പരിഹരിക്കാൻ നിനക്കൊന്നും കഴിയുന്നില്ല. പുട്ടിയിട്ട് നടക്കുന്ന നീയൊക്കെയാണോടാ ഈ ഇറങ്ങുന്നത്? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ബാക്കി നാളെ.